ഒരു 6-9 ആയപ്പോഴാണ് ഈ പുള്ളി എന്നെ വിളിക്കുന്നത്. അയ്യപ്പാൻ എന്ന് പറഞ്ഞ പുള്ളി വിളിക്കുന്നത്. പുള്ളി വിളിച്ചിട്ട് പുള്ളിയുടെ വീടിന്റെ താഴെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട്, അവിടെയാണ് നിന്ന പുള്ളി. വിളിച്ചിട്ട് പറഞ്ഞ എന്താ പറഞ്ഞ അണ്ണ എത്തി വരുമോ, വെഞ്ഞാറോട് വരെ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു വെഞ്ഞാറ്റി ആക്കിയാണെന്ന് വെച്ച്, ഓ ആക്കി ആയാൽ മതി എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ചോദിച്ചു അവിടെ ബൈക്കിൻ്റെ അവിടെ വന്നപ്പോൾ പുള്ളി പറഞ്ഞ് ചന്തേര അവിടെ ആക്കി തരാൻ പറഞ്ഞു. വർക്ക്ഷോപ്പിൽ പോകാനാണ്, വണ്ടി സ്റ്റാർട്ട് ആവണില്ല, പുള്ളിയുടെ വണ്ടി സ്റ്റാർട്ട് ആവണില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ചന്തേര അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ ഈ വർക്ക്ഷോപ്പിൽ തന്നെയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞല്ല അണ്ണ അവിടെ ഒരു എൻറിച്ച് എന്നും പറഞ്ഞ കടയുണ്ട്. എൻറിച്ച് എന്നും പറഞ്ഞ അവിടെ ഒരു മുടിവെട്ടുന്ന കടയുണ്ട്. ആ എൻറിച്ച് പോലീസ് സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് ആണ്. ആ എൻറിച്ചിൻ്റെ അവിടെ ഒന്ന് ആക്കി തരുമെന്ന് ചോദിച്ചു. അവിടെ ആക്കി 100 രൂപ വണ്ടി. അപ്പോൾ വണ്ടി കയറിയ സമയത്ത് ഞാൻ ചോദിച്ചത് ഇങ്ങനെ ഏതാ പുതിയ വണ്ടിയല്ലേ, വാറണ്ടി ഇല്ലേ, അതിപ്പോൾ നീ വേറെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്താൽ ഗ്യാരണ്ടി കിട്ടുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു അല്ലാണ്ട് എനിക്ക് അത്യാവശ്യം റെഡിയാക്കിയാലേ പറ്റുള്ളൂ. ഇത്ര മാത്രമേ സംസാരിച്ചുള്ളൂ. വണ്ടിയിൽ വണ്ടി കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ആവണില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. ഒന്നുമില്ല, ചെറിയൊരു മദ്യത്തിന്റെ മണം അങ്ങനെയൊക്കെ എനിക്ക് തോന്നി, ഫീൽ ചെയ്തതാണ്. കുഴഞ്ഞല്ല, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു, അല്ലാതെ വേറെ ഒന്നും തോന്നിയില്ല. പിന്നെ ഒരു മദ്യത്തിന്റെ നമുക്ക് അതൊക്കെ നാറ്റം ഉണ്ടല്ലോ, മദ്യത്തിന്റെ ഒരു നാറ്റം ഉണ്ടായിരുന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അനിയനെന്ന് പറഞ്ഞാൽ ഒരു 3 മണി കഴിഞ്ഞിട്ടാണ് ഇവൻ വേരുമല സ്റ്റാൻഡിൽ വന്നാണ് വണ്ടി വിളിക്കുന്നത്. അപ്പോൾ അപ്പുറ സൈഡിൽ ഒരു സീനിയാരിറ്റി ഒരു വണ്ടി ഉണ്ടായിരുന്നു, ഇപ്പുറത്തെ സൈഡിലാണ് ഞാൻ കിടന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വന്നിട്ട് പറഞ്ഞ് എന്നാൽ ഇവനെത്തി വെഞ്ഞാറൊട്ടി, അനിയനെത്തി വെഞ്ഞാറൊട്ടിലാക്കി സഹർ മന്ദിർ അവിടെ ആക്കി കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ വേണ്ട, ആ വണ്ടിയാണ് സീനിയാരിറ്റി, അപ്പോൾ അത് പോയിട്ട് എനിക്ക് പോകാൻ പറ്റും. അപ്പോൾ പറഞ്ഞു എന്നാൽ നിങ്ങൾ അപ്പുറത്തോട്ട് വണ്ടി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഈ സംഭവം നടക്കുന്നതിൻ്റെ ഇപ്പുറത്ത് ഒരു തടിയെ കിട്ടേക്കണതിൻ്റെ അവിടെ ആയിട്ട് അവൻ്റെ അനിയനോ അവനും കൂടെ വന്ന് നിന്നു. അനിയൻ വണ്ടി കയറുന്നു. പിന്നെ കൊച്ചമ്മളുടെ അങ്ങനെ സംസാരിക്കില്ല, ആരുടെ അങ്ങനെ മിണ്ടണ ഒരു കൊച്ചൊന്നും അല്ല. ഇതിന്റെ കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഇറക്കിയ ചേട്ടാ, അങ്ങനെ ഉള്ള സംസാരം മാത്രമേ ഉള്ളൂ. അങ്ങനെ കൊണ്ടുവന്ന് സഹർ മന്ദിരം അവിടെ ആക്കി കൊടുത്തു. 130 രൂപ വണ്ടിക്കൂലി വാങ്ങിച്ചു. അത് അവിടുത്തെ ക്യാമറയിൽ കാണുമ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവിടെ നിന്ന് വണ്ടിക്കൂലി വാങ്ങിച്ചുകൊണ്ട് ഞാൻ തിരിച്ച് പോരണേ ചെയ്താൽ തിരിച്ചു വന്ന വണ്ടി അതാണെന്ന് നമുക്ക് അറിയാൻ വയ്യ. ഇത്രയാണ്. ഇന്നലെ ഒരു കോൾ എന്നെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തിരിച്ച് ഇവനെ കൊണ്ടാക്കിയിട്ട് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടാക്കിയിട്ട് തിരിച്ച് പേരിലെത്തിയപ്പോൾ എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചായിരുന്നു. ഇവന്റെ ഫോണിൽ നിന്ന് തന്നെ എന്നെ വിളിച്ചായിരുന്നു. സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് ഈ പുള്ളി അറിയാമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അറിയാം, ആരെ നമ്പറാണെന്ന് വെച്ചാൽ പറഞ്ഞു അവൻ്റെ ഉമ്മാരെ നമ്പറാണെന്ന് പറഞ്ഞു. ഉമ്മാരെ നമ്പറാണ്. അപ്പോൾ ഈ പുള്ളിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല സാറേ, അങ്ങനെ പ്രശ്നമൊന്നുള്ളതായിട്ട് നമുക്കൊന്ന് പറഞ്ഞുകൂടാ, അല്ല ഇവൻ ഇവിടെ വന്നിരുന്ന് എലിവേഷൻ നിന്നെന്നൊക്കെ പറയണത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ അവൻ്റെ ഉമ്മാരെ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ സാർ കട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവൻ്റെ ഉമ്മാരെ ഫോണിൽ നിന്നാണ് അവർ സ്റ്റേഷനിൽ നിന്ന് തന്നെ വിളിച്ചത്. ഞാൻ നേരെ അവിടെ ചെന്നപ്പോൾ അവിടെ 2 പോലീസുകാർ ഉണ്ടായിരുന്നു, SIയും വേറൊരു കോൺസ്റ്റബിൾ സാറും ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് പിന്നെ ആ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച കോൾ അവരാണ് എടുത്ത് സംസാരിച്ചത്. അപ്പോൾ പറഞ്ഞാൽ അവരവിടെ എത്തി, ഇവിടെ നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെയാണ് ആൾ വന്ന് ആ വീട് പൊളിക്കണത്, ബാക്കി സംഗതിയൊക്കെ നടന്നത്, ബാക്കിയുള്ള സംഭവമൊക്കെ നടന്നത് അതിന് ശേഷമാണ് നടന്നത്. ഇത്രയാണ് ഇന്നലെ സംഭവിച്ചത്. ഫോട്ടോ എടുക്കാൻ പോയപ്പോ പെൺകുട്ടിയെ കണ്ടായിരുന്നു? ഇല്ല, ഒന്നും കണ്ടിട്ടില്ല. നടയിൽ നിന്നാണോ ഓട്ടം കയറ്റി? അതാ താഴത്തെ റോഡുണ്ടല്ലോ, ആ ബൈക്ക് ഇരുന്ന് അവിടെ പുള്ളി നിന്നത്. ആ ബൈക്ക് വെച്ചിരുന്ന സ്ഥലത്താണ് പുള്ളി നിന്നത്. പുള്ളി അവിടെ ബൈക്ക് വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് നമ്മളെ ആട്ടോയിൽ കയറണത്. ഓട്ടോയിൽ കയറിയ അനിയനോടുള്ള പെരുമാറ്റം? അനിയ ആ സമയത്ത് അനിയല്ലായിരുന്ന, വൈകുന്നേരം സ്റ്റേഷനിൽ പോകണം. അനിയ ഉച്ചയ്ക്ക് നമ്മള് ബിരിയാണി വാങ്ങിക്കാൻ പോയപ്പോ അനിയൻ മാത്രമേ ഉള്ളായിരുന്നു ആട്ടോയിൽ, അനിയൻ മാത്രമേ ഉള്ളായിരുന്നു, വേറെ ആരും ഇല്ലായിരുന്നു.